സമാധാനം അകലെയോ? കപ്പലുകൾ പിടിച്ചെടുത്ത ഇറാൻ. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോട് വെടിവെച്ച് പ്രതികരിച്ച് ഇറാൻ. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം വെടിനിർത്തൽ നീട്ടുന്നെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കകം ഹോർമുസിൽ 3 കപ്പലുകൾക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ ഇറാൻ സൈന്യം വെടിവെച്ചു. 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്ത് ഇറാൻ തീരത്തേക്ക് മാറ്റുകയും ചെയ്തു. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചകളും ഇറാൻ ബഹിഷ്കരിച്ചു. ആദ്യം US ഹോർമുസിലെ ഉപരോധം നീക്കട്ടെ, എന്നിട്ടാവാൻ ചർച്ചയെന്ന് ഷാർജയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇരവാണി പ്രതികരിച്ചു. 3 ദിവസത്തെ നേട്ടങ്ങൾ മായിച്ച ഓഹരി വിപണിയിൽ ഇടിവ്. സെൻസെക്സ് 786 പോയിന്റ് ഇടിഞ്ഞ് 70,516-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 198 പോയിന്റ് നഷ്ടത്തോടെ 24,378-ൽ ക്ലോസ് ചെയ്തു. IT ഓഹരികളിലെ ലാഭമെടുപ്പാണ് വിപണിക്ക് തിരിച്ചടിയായത്. നിഫ്റ്റി IT സൂചിക 4% ഇടിഞ്ഞു. 4ാം പാദ ഫലങ്ങൾ മോശമായതിനെ തുടർന്ന് HCL ടെക് 10.8% ഇടിഞ്ഞു. ഇൻഫോസിസിന് നഷ്ടം 3.4%. ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ ഓഹരികളിൽ കുതിപ്പ് ദൃശ്യമായി. നിഫ്റ്റി എനർജി സൂചിക 1.42% മുന്നേറി. വിപണിയിലെ ഇടിവിന് കാരണമെന്തെന്ന് നോക്കാം. ഇറാൻ അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ വിപണികളും US വിപണിയും കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ത്യൻ വിപണിയെയും ഉലയ്ക്കുന്നത് ഈ ആഗോള സാഹചര്യമാണ്. 4ാം പാദ ഫലങ്ങൾ മോശമായതോടെ IT ഓഹരികൾ താഴേക്കാണ്. ഇത് വിപണിയും നെഗറ്റീവാക്കിയിട്ടുണ്ട്. സമീപകാലത്തെ മികച്ച റാലിക്ക് ശേഷം നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തുന്നതും വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അനിശ്ചിതാവസ്ഥയുടെ സൂചികയായ ഇന്ത്യ വിക്സ് 3.8% ഉയർന്നിട്ടുണ്ട്. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും എണ്ണവില വർദ്ധിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് വില 5.27% ഉയർന്ന് 95.14-ലെത്തി. ഒന്ന് താഴ്ന്ന ശേഷം സ്വർണ്ണവിലയും മുന്നേറുകയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,757 ഉയർന്നു. അതേസമയം ഇന്ത്യയിൽ ഇന്ന് സ്വർണ്ണത്തിന് വില കുറയുകയാണ് ഉണ്ടായത്. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 54 രൂപ കുറഞ്ഞ് 15,475 രൂപയിലെത്തി. പവന് 432 രൂപ കുറഞ്ഞ് 1,23,800 രൂപയാണ് ഇന്നത്തെ വില. ഇന്നും ചില കമ്പനികൾ ശ്രദ്ധേയമായ 4ാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സ്റ്റുഡിയോയുടെയും മറ്റും മാതൃ കമ്പനിയായ ട്രെൻഡിന്റെ അറ്റലാഭം 4ാം പാദത്തിൽ 30% വർദ്ധിച്ച് 455 കോടി രൂപയായി. GST നിരക്ക് കുറച്ചതും പുതിയ സ്റ്റോറുകൾ തുറന്നതും കമ്പനിക്ക് നേട്ടമായി. 6 രൂപ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ഓഹരികൾക്ക് 1 ഓഹരി എന്ന നിലയിൽ ബോണസ് ഷെയറുകളും ട്രെൻഡ് പ്രഖ്യാപിച്ചു. ടെക് മഹീന്ദ്രയും 4ാം പാദത്തിൽ മികച്ച നേട്ടമുണ്ടാക്കി. അറ്റലാഭം 21% ഉയർന്ന് 1,345 കോടി രൂപയിലെത്തി. 36 രൂപയുടെ ഗംഭീര ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്.